കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ ക്ലേ മുഴുവൻ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിനെ വെള്ളത്തിലൊക്കെ ഇട്ട് അത് നന്നായിട്ട് കലക്കി പിന്നെ നമ്മൾ സാധാരണ ക്ലേ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിലൂടെയൊക്കെ അരിച്ചൊക്കെ എടുത്ത് രണ്ടാമത് നല്ല പണിയെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വോൾ ഡെക്കറായിട്ട് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ നവരാത്രിയൊക്കെ വരുവാണല്ലോ, അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. സരസ്വതിനെയാണ് നമ്മളിവിടെ ട്രൈ ചെയ്തത്. ഫേസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ബോഡിയെല്ലാം ഒരു ഈ ക്ലേയിൽ സാധാരണ ക്ലേയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ടച്ചൊക്കെ വിട്ടിരിക്കുകയാണ്. കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരു ക്ലേയിൽ ചെയ്തിട്ട്. സാധാരണ നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നീറ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കഴിയും. പിന്നെ കളർ ചെയ്യേണ്ട അങ്ങനത്തെയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഇത് പിന്നെ ചെയ്യാൻ മടിയായി. അങ്ങനെയാണ് എൻ്റെ ക്ലേ ഇത്രയും ഡ്രൈ ആയി പോയത് കേട്ടോ. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചാനലിൽ കണ്ടുപോകുന്ന കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ കുഞ്ഞു ചാനലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലേ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ദിവസം ഇത് ഡ്രൈ ആവാനായിട്ട് വയ്ക്കണം. അതായത് എൻ്റെ ഉണ്ടാക്കിയ സൈസും അതിൻ്റെ തിക്നെസ്സും വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഓരോരോ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ക്ലേ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മഡ് ക്ലേ ആണ്, നമ്മൾ നോർമൽ വോൾപുട്ടിയൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഫില്ലിങ്സ് ഒക്കെ വെച്ച്, അതായത് അലൂമിനിയം ഫോയിൽ അതുപോലെ നമ്മൾ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. ഇതുപോലെ ലൈറ്റായിട്ട് ഉണ്ടാക്കുന്നതിലൊന്നും നമ്മൾ ഉള്ളിലൊന്നും ഫില്ലിങ്സ് വെച്ച് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്കിതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇതുപോലുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട്, ക്രാക്ക് വന്നിട്ടുണ്ട്. പിന്നെയും നമ്മൾ രണ്ടാമത് ക്ലേ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടി. അപ്പോൾ പിന്നെയും നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ടൈം നീണ്ടു പോകും. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്നത് ഞാനിവിടെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പാണോ ഇപ്പോഴാണ് ഇഷ്ടമായത്?